കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് MBBS കുറിച്ച് കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ കൂടുതൽ പേരും ഇപ്പോഴും നല്ല കൺഫ്യൂഷൻ അടിച്ചിരിക്കുക എന്നറിയാം. സോ ആ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ നമുക്ക് ഇന്ന് പറയാം. അതോടൊപ്പം ആരാണ് ശരിക്കും ഈ ഡോക്ടർ എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മെഡിക്കൽ കോളേജ് ലൈഫിൽ കുറേ മാറ്റങ്ങൾ വരാൻ പോവാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡോക്ടറായിട്ട് എബ്രോഡ് പോയുള്ള അവസ്ഥ എന്താണെന്ന് നോക്കണം. ആൻഡ് ഫൈനലി സാച്ചുറേഷൻ ആയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ജോലി മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലേ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടത്തുള്ളൂ. സോ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും അതൊന്ന് പോയി കാണാം. ആദ്യം നമുക്ക് മെഡിക്കൽ കോളേജ് ലൈഫിൽ വരാൻ പോകുന്ന ചേഞ്ചുകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ കാര്യം, ഓരോ ഇയറിലെയും കരിക്കുലത്തിൽ കുറേ ഡിഫറൻസുകൾ വരുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. ബട്ട് അങ്ങനെ ഒരു ചേഞ്ച് വരും എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. മെയിൻ ഡിഫറൻസ് വരാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാമിനും നിങ്ങളുടെ PG എൻട്രൻസ് എക്സാമിനുമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇനി മുതൽ കമ്പൈൻഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി അറിയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സാമിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓരോ വീഡിയോയിലും പറയുന്നത് ഓരോ കാര്യങ്ങളാണ്. കാരണം ഈ എക്സാം അനൗൺസ് ചെയ്തതിന് ശേഷം അതിന് ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ വരുത്തി. ഇപ്പോഴും അതിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ചൊന്നും ഒരു ഫൈനൽ കൺഫർമേഷൻ ആയിട്ടില്ല. അതുപോലെ തന്നെ ഏത് ബാച്ച് തൊട്ടാണ് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിലും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നത് ഈ പുതിയ നെക്സ്റ്റ് എക്സാം ആയിരിക്കും. ഞാനൊക്കെ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് മൊത്തം 4 യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇയറും ഫോർത്ത് ഇയറും ആണ് നമുക്ക് ഏറ്റവും ടെൻഷനും പ്രഷറും ഉള്ളത്. ഫസ്റ്റ് ഇയർ എക്സാം ഫെയിൽ ആകുകയാണെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് ബാച്ച് ആയിട്ട് മാറുമായിരുന്നു. 6 months കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എക്സാം എഴുതാം. ബട്ട് അപ്പോഴേക്കും പാസ്സായവരൊക്കെ സെക്കൻഡ് ഇയറിലോട്ട് പോകും. നമ്മൾ സെപ്പറേറ്റ് വേറൊരു ബാച്ച് ആയിട്ട് പോകുമായിരുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ പ്രഷർ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഇയർ നമുക്ക് നല്ല ടെൻഷനായിരുന്നു. ഫൈനൽ ഇയർ എക്സാമും ഇതുപോലെയാണ്. അത് നമ്മൾ പാസ്സായാലേ നമ്മൾ ഹൗസ് സർജൻസിയിലോട്ട് പോകുള്ളൂ. അവിടെ വെച്ച് ഫെയിൽ ആയാലും തൊട്ട് പുറകെ വരുന്ന ബാച്ചിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഹൗസ് സർജൻസി ചെയ്യണം. സോ ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും നമുക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് നടന്ന കാലമാണ്. ഈ ഫൈനൽ ഇയർ എക്സാം എന്ന് പറയുന്നത് ഒരു തിയറി എക്സാമാണ്. നമ്മുടെ +2 എക്സാം ഒക്കെ പോലെ തന്നെ SS ഒക്കെയുള്ള ഒരു തിയറി എക്സാം ആയിരുന്നു. അതും പാസ്സായി. പ്രാക്ടിക്കൽ എക്സാം പാസ്സായി കഴിയുമ്പോൾ നമ്മൾ ഹൗസ് സർജൻസിയിലോട്ട് കയറും. ഹൗസ് സർജൻസി കഴിയുമ്പം കുറേ പേര് ഒരു വർഷം ഗ്യാപ്പ് എടുത്ത് PG പ്രിപ്പറേഷന് വേണ്ടിയിരിക്കും, അതിന്റെ കോച്ചിങ് ചെയ്യാൻ വേണ്ടിയിരിക്കും. ബാക്കി കുറേ പേരൊക്കെ ജോലിയുടെ കൂട്ടത്തിൽ തന്നെ ഈ PG കോച്ചിങ് ചെയ്യും. ഇതുപോലെയായിരുന്നു പണ്ടത്തെ സിസ്റ്റം. നിങ്ങൾക്ക് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫൈനൽ ഇയർ എക്സാമിനെ റീപ്ലേസ് ചെയ്താണ് നെക്സ്റ്റ് എക്സാം വരുന്നത്. അത് 2 ഫേസ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. phase 1, phase 2. phase 1 എക്സാം എന്ന് പറയുന്നത് ഒരു MCQ ബേസ്ഡ് എക്സാം ആണ്. ലാസ്റ്റ് കണ്ട അപ്ഡേറ്റ് പ്രകാരം ടോട്ടൽ ഒരു 540 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും 3 ദിവസമായിട്ടാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത്. ഇതിലുള്ള ഒരു മെയിൻ ചേഞ്ച്, ഞങ്ങൾക്കൊക്കെ ഫൈനൽ ഇയർ എക്സാമിന് ഫൈനൽ ഇയർ ടോപ്പിക്സ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. മെഡിസിൻ, സർജറി, ഒബ്സ്റ്റെട്രിക്സ്, പീഡിയാട്രിക്സ്, പിന്നെ ഓർത്തോപീഡിക്സും. പക്ഷേ നിങ്ങളുടെ ഈ ഫൈനൽ എക്സാം MBBSന്റെ ടോട്ടൽ സിലബസ് വെച്ചായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതിൽ കൂടുതൽ വെയിറ്റേജ് തേർഡ് ഇയർ ഫോർത്ത് ഇയർ സബ്ജക്ട്സിനാന്ന് തോന്നുന്നു, ക്ലിനിക്കൽ സബ്ജക്ട്സിനായിരിക്കും. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരും. ബേസിക്കലി ഇപ്പം നീറ്റ് PG എക്സാം ആയിട്ട് നടത്തുന്ന അതേപോലത്തെ ഒരു എക്സാം ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം. ആ എക്സാമിന് 50% മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഹൗസ് സർജൻസിയിലോട്ട് കയറാം. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് 50% പോരാ, ഓരോ ഇൻഡിവിജ്വൽ പേപ്പറിനും 50% വേണം. ഇങ്ങനെ നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹൗസ് സർജൻസിയിലോട്ട് കയറാം. ഹൗസ് സർജൻസി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ക്ലിനിക്കൽ എക്സാം ഉണ്ടായിരിക്കും. അതാണ് phase 2 എക്സാം. ഈ phase 2 എക്സാമിന്റെ മാർക്കിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അത് നമ്മൾ പാസ്സായാൽ മതി. phase 1 എക്സാമും phase 2 എക്സാമും നമ്മൾ ഇൻ കേസ് ഫെയിൽ ആയാലും നമുക്ക് അതൊന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓവറോൾ നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ പഠിക്കാൻ ഒരുപാട് കൂടുതലുണ്ടാവും. പക്ഷെ അത്യാവശ്യമൊക്കെ ഒന്ന് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഈ 50% ഒക്കെ എന്തായാലും ക്ലിയർ ചെയ്യാം. ഈ ഫുൾ എക്സാം പാസ്സാകാൻ വലിയ പാടുണ്ടാകത്തില്ല. പ്രശ്നം വരുന്നത് ഇതിലെ phase 1 എക്സാമിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് PGയുടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഈ PG എക്സാം വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രഷർ നിങ്ങളുടെ തലയിലുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റം നല്ലതാണ്. ഡോക്ടർമാരുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചേഞ്ചുകൾ വരുത്തിയേക്കുന്നത്. പക്ഷേ എക്സാം പാറ്റേൺ ഇങ്ങനെ ആകുന്നതോടെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ലൈഫിലുള്ള അക്കാഡമിക് പ്രഷർ കുറച്ചുകൂടെയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഈ നെക്സ്റ്റ് എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞതല്ല. അക്കാഡമിക് പ്രഷർ കൂടിയെന്നും പറഞ്ഞ് മെഡിക്കൽ കോളേജിലെ ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും നിന്ന് പോകത്തൊന്നുമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ മുമ്പ് പഠിച്ചിറങ്ങിയവരുടെ കഥകളൊക്കെ കേട്ടിട്ട് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പാടില്ല. സോ ഈ നെക്സ്റ്റ് എക്സാം വരുന്നതോടെ നിങ്ങളുടെ അക്കാഡമിക് പ്രഷർ കുറച്ചുകൂടെ കൂടും. അത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മൾ ബയോളജി നമ്മൾ +2 ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ച പോലെ അല്ല നമ്മൾ നീറ്റിന് ബയോളജി പഠിക്കുന്നത്. നീറ്റ് എക്സാമിന് ബയോളജി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒരു സെയിം ചേഞ്ച് തന്നെ നിങ്ങളുടെ ഫൈനൽ ഇയർ എക്സാമിനും വരും. ഇതുവരെയുള്ള എക്സാമിന് നമുക്ക് ആ essay ക്വസ്റ്റ്യൻസും കുറച്ച് മെയിൻ ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടിയാൽ തന്നെ ആ പാസ് മാർക്കിനുള്ള മാർക്കാകും. അതേസമയം ഇനി അങ്ങോട്ട് MCQ എക്സാം ആകുമ്പോഴേക്കും ഓരോ ക്വസ്റ്റ്യന് സ്പെസിഫിക് ആയിരിക്കും. അപ്പം നമുക്ക് കാര്യങ്ങൾ നല്ലോണം അറിയാമെങ്കിൽ മാത്രമേ പാസ്സാകത്തുള്ളൂ. ഇത് കേട്ട് ഒരുപാട് ടെൻഷൻ ആകണ്ട. അത്യാവശ്യമൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ഒരാൾക്ക് 50% ഒക്കെ എന്തായാലും കിട്ടും. നിങ്ങൾ കുറച്ച് പേരൊക്കെ റേഡിയോളജിയും ഡെർമറ്റോളജി പോലത്തെ PG ഒക്കെ എടുത്താൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ ബ്രാഞ്ചുകളൊക്കെ PG എക്സാമിന് ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്നവരാണ് എടുക്കുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് ഇതുപോലത്തെ ബ്രാഞ്ചുകളൊക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമെങ്കിൽ
ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ചു പോയാലേ ആ ഫൈനൽ ഇയർ നെക്സ്റ്റ് എക്സാം എഴുതുമ്പോഴേക്കും അതിൽ നല്ലൊരു റാങ്ക് വരത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ phase 1 എഴുതിയിട്ട് അതിൻ്റെ റാങ്ക് നിങ്ങൾ ഉദ്ദേശിച്ച അത്ര ലെവലിലോട്ട് എത്തിയില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാവുന്നുള്ളൂ. നീറ്റ് PG എക്സാം UG പോലെ തന്നെയായിരുന്നു. നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന റാങ്കിലോട്ട് എത്താൻ പറ്റുമായിരുന്നു. ഈ നെക്സ്റ്റ് എക്സാമിൻ്റെ കാര്യത്തിലും അറ്റംപ്റ്റിന് ലിമിറ്റ് ഒന്നും ഉണ്ടെന്ന് ഇതുവരെ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല. ബട്ട് ആ കാര്യത്തിന് ഇനിയും ഒരു ക്ലാരിറ്റി വരാനുണ്ട്. ഈ പുതിയ എക്സാം പാറ്റേൺ ഒരു വലിയ നെഗറ്റീവായിട്ട് എടുക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് സബ്ജക്റ്റിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ ഈ ഫീൽഡിനോടും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ടാണ് MBBSലോട്ട് എത്തുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യും ഈ ഒരു പാറ്റേൺ കാരണം. കുറച്ച് പേരൊക്കെ ഫോറിൻ MBBSൻ്റെ കാര്യം ചോദിച്ചായിരുന്നു. അപ്പം നിങ്ങൾ പുറത്തുനിന്നാണ് MBBS കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ നെക്സ്റ്റ് എക്സാം എഴുതി പാസ്സാകണം. ഓൾറെഡി ഇപ്പോൾ ഉള്ള എക്സാമിനെക്കാട്ടും കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ നെക്സ്റ്റ് എക്സാം. സോ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ അപ്പോൾ പഠിക്കണം. MBBS ടൈമിൽ നിങ്ങൾക്ക് അവിടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നത് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ആ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തിരിച്ച് ഇവിടെ നാട്ടിൽ വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ ഇനി നമുക്ക് ഹൂ ഷുഡ് ചൂസ് MBBS എന്നുള്ള കാര്യം നോക്കാം. MBBS സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം വേണ്ട റിക്വയർമെൻറ്റ് ഈ സബ്ജക്റ്റിനോടും ഈ ഫീൽഡിനോടും ഉള്ള താല്പര്യമാണ്. അതിൽ 2 ഫാക്ടേഴ്സാണ്. ഒന്ന്, നിങ്ങളിപ്പോൾ ബയോളജി, നിങ്ങളുടെ ഹ്യൂമൻ ഫിസിയോളജി ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും, അതുപോലെ സർജറി ചെയ്യാനും ഒരു ഡിസീസ് കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യുന്നതൊക്കെ ആലോചിക്കുമ്പം നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ ദെൻ MBBS ഇസ് ഫോർ യു. അതുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ. മറ്റ് ജോലികളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യും, അവരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ പ്രോബ്ലംസ് കേൾക്കാനും അത് സോൾവ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള താല്പര്യം കൂടെ നമുക്ക് വേണം. ഇത് കേട്ടിട്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരൊന്നും പേടിക്കണ്ട, ഞാനും വലിയൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ളവരുടെ ആ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. ബാക്കിയുള്ള സോഷ്യൽ സ്കിൽസ് ഒക്കെ പതുക്കെ നമ്മൾ ഡെവലപ്പ് ആയിക്കോളും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ റെസ്പെക്റ്റും സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ബോണസാണ്. അതൊക്കെ നമുക്ക് കിട്ടിയാൽ തന്നെ അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ലെവൽ എത്തണം. അതിന് മുമ്പായിട്ട് കിട്ടുന്ന റെസ്പെക്റ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. പിന്നെയുള്ളൊരു മെയിൻ ഫാക്ടറാണ് സാലറി. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വീട്ടിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ആകാൻ വേണ്ടി തീരുമാനിച്ചവരുണ്ടാവും. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് മറ്റ് ഫീൽഡുകളെക്കാട്ടും, അതായത് എഞ്ചിനീയറിങ്ങോ ബിസിനസ്സോ മറ്റ് ഗവൺമെൻറ് ജോബ്സോ ഇതിനെക്കാട്ടൊക്കെ താല്പര്യം ഈ മെഡിക്കൽ ഫീൽഡിലോട്ടാണെങ്കിൽ നിങ്ങൾ MBBSന് വേണ്ടി തന്നെ ട്രൈ ചെയ്തു. ഡോക്ടർമാരുടെ സാച്ചുറേഷൻ കൂടി വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിൽ ഒരു സാലറി ഒക്കെ ഉണ്ടാക്കി പോകാൻ പറ്റും. നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും ഇനിഷ്യൽ ഇയേഴ്സിൽ. അവിടെ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ MBBS ടൈമിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. ബട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് കാശ് ഉണ്ടാക്കണമെങ്കിൽ കാശ് ഉണ്ടാക്കാം, കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണമെന്ന് മാത്രം. എനിക്കറിയാം നിങ്ങളിൽ കുറേ പേർക്കൊക്കെ ഈ സബ്ജക്റ്റിനോടും ഈ ഫീൽഡിനോടും താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ കാണും. സോ ആ നെഗറ്റീവ്സ് എടുത്ത് നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് ഓവർ വർക്കും ഓവർ സ്ട്രെസ്സുമാണ്. അതിലെ ഓവർ വർക്കിൻ്റെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ലൈഫിൽ ഭയങ്കര ഓവർ വർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. മുൻ ബാച്ചുകളെക്കാട്ടും കൂടുതൽ അക്കാഡമിക് സ്ട്രെസ് ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ നമ്മൾ ഓവർ വർക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ പഠിത്തത്തിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് കോളേജ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളൊരു MBBS സ്റ്റുഡൻറ്റിൻ്റെ ഒപ്പീനിയൻ മാത്രം കേട്ടിട്ട് MBBS സെലക്ട് ചെയ്യരുത്. കാരണം കോളേജ് ലൈഫും അത് കഴിഞ്ഞുള്ള ഡോക്ടർ ലൈഫും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. ഇപ്പം എന്നോട് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ മെഡിക്കൽ കോളേജ് എങ്ങനെയുണ്ടെന്നും ഡോക്ടറിൻ്റെ പ്രൊഫഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ അടിപൊളി എന്നേ പറയത്തുള്ളൂ. കാരണം സെക്കൻഡ് ഇയർ അത്യാവശ്യം അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കണ്ടാൽ പോലും നമുക്ക് ഫുള്ളായിട്ട് അത് അങ്ങോട്ട് മനസ്സിലാകത്തില്ലായിരുന്നു. നമ്മൾ ആ ഹൗസ് റെസിഡൻസിലോട്ട് എത്തിയപ്പോഴാണ് ശരിക്കും കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായത്. സോ നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒപ്പീനിയൻ മാത്രം ചോദിച്ച് സെലക്ട് ചെയ്യരുത്. അതുപോലെ ഹൗസ് റെസിഡൻസിൻ്റെ മാത്രം ഒപ്പീനിയൻ എടുത്തും സെലക്ട് ചെയ്യരുത്. കാരണം ഹൗസ് റെസിഡൻസിനോട് ചോദിച്ചാലും അവർ ഫുള്ള് നെഗറ്റീവ് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. കാരണം ആ ഒരു വർഷം നല്ല കഷ്ടപ്പാട് മാത്രമാണ്. സോ ആദ്യത്തെ ഒരു 5.5 വർഷം എന്ന് പറയുമ്പം അതിലെ 4.5 വർഷം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ബട്ട് ഓവർ വർക്കൊന്നുമില്ല. അത് കഴിഞ്ഞുള്ള ഹൗസ് റെൻസി എന്ന് പറയുന്നത് വല്ലാത്ത പണിയാണ്. ബട്ട് അത് നിങ്ങൾ ഓവർകം ചെയ്യും. നിങ്ങൾ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യും, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ MBBS മാത്രം വെച്ച് ജീവിക്കാം, അല്ലെങ്കിൽ PG എടുക്കാം. നിങ്ങൾക്ക് സാലറി വലിയൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ MBBS വെച്ചും വലിയ ഓവർ വർക്കൊന്നും ചെയ്യാതെ ജീവിക്കാൻ പറ്റും. ഈ ചെറിയ 4 മണിക്കൂറും 6 മണിക്കൂറിൻ്റെയൊക്കെ ഷിഫ്റ്റ് മാത്രം വർക്ക് ചെയ്തും ജീവിക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ PSCയോ UPSC പോലത്തെ എക്സാംസ് എഴുതി വെക്കുക. PSC എഴുതി വിളിക്കാൻ കുറേ കാലം എടുക്കും, അതെന്തെങ്കിലും കിട്ടുമായിരിക്കും. UPSC ഒക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിയിലോട്ട് കയറി കഴിഞ്ഞാലും പിന്നെ ഓക്കെയാണ്. ഭയങ്കര കൂടിയ സാലറി ഉണ്ടാകത്തില്ല, ബട്ട് ഒരു സ്റ്റേബിൾ സാലറി ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള സ്റ്റേബിൾ പെൻഷനും ഉണ്ടാവും. ഇവിടെയും കേരള PSCയുടെ കാര്യം ഇപ്പോൾ ഒന്ന് എഴുതി കിട്ടാൻ ഭയങ്കര താമസമാണ്. UPSC എഴുതുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറിയും വലിയ വർക്ക് ലോഡൊന്നും ഇല്ലാത്ത അത്യാവശ്യം പെൻഷനും മറ്റ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ പ്രശ്നം നമുക്ക് കേരളത്തിലൊന്നും ആയിരിക്കില്ല ആദ്യം ജോലി കിട്ടുന്നത്. ഇന്ത്യയിലെ ഏത് റിമോട്ട് ഏരിയയിൽ പോസ്റ്റിംഗ് കിട്ടിയാലും ആദ്യമൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യണം. കുറച്ച് കാലം കഴിയുമ്പോഴേ നമുക്ക് കേരളത്തിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് PG എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്ലിനിക്കൽ സൈഡിലോട്ട് പോകാം. അവിടെ ഭയങ്കര വലിയ വർക്ക് ലോഡൊന്നുമില്ല. പക്ഷെ അവിടുത്തെ പ്രശ്നം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്.
ഇനിഷ്യൽ സാലറി ഒക്കെ കുറവായിരിക്കും. അവിടെയും നമ്മൾ PSC എഴുതി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഓക്കെ ആവും. നിങ്ങൾ ക്ലിനിക്കൽ സൈഡിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ MBBS ഹൗസ് സർജൻസിയും കഴിഞ്ഞിട്ട് മിനിമം ഒരു 5 വർഷമെങ്കിലും നല്ല കഷ്ടപ്പാടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വരിക. സബ്ജക്ട് ഇൻട്രസ്റ്റ് ഉള്ള നല്ലോണം വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ MBBSന് പോകാമെന്നൊക്കെ വിചാരിച്ച ആ ഒരു സമയത്ത് PG കഴിഞ്ഞ ഡോക്ടേഴ്സിനെയൊക്കെ വലിയ ഹോസ്പിറ്റൽസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ അതൊക്കെ മാറി. ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഡോക്ടറിന് മേ ബി അങ്ങനെയൊക്കെ ഓഫർ കിട്ടും. കാരണം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ഹോസ്പിറ്റൽസ് ആയി. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെയാണ് പുതിയതായിട്ട് വരുന്നത്. സോ ഓരോ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്രാഞ്ച് ഉണ്ടാകുമ്പം അതിനാവശ്യമുള്ള ഡോക്ടറിന് ഒരു ഡിമാൻഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് കൂടുതൽ പേരും ഇപ്പോൾ PGയും കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കാൻ വേണ്ടി നടക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ഒരു ഡോക്ടറിന് അത്യാവശ്യം നല്ല സാലറിയാണ്. ഒരുപാട് വർക്ക് കൂടുതലൊന്നുമില്ല, ഓവർ ടൈം വർക്കൊന്നും അവർക്ക് വരുന്നില്ല. ബട്ട് അപ്പം ആ ലെവലിലോട്ട് എത്തണമെങ്കിൽ എത്ര വർഷം പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഡോക്ടേഴ്സിന്റെ അവസ്ഥയെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു റീലുണ്ട്. നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ സ്കൂളിൽ പഠിച്ചവരൊക്കെ കല്യാണം കഴിക്കുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ള അവസ്ഥ. എല്ലാവരും ഇതുപോലെയാണെന്നല്ല, ഒരു ജനറൽ അവസ്ഥ ഇതുപോലെയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന PG പോലെയും കൂടി ഇരിക്കും. ഇപ്പോൾ റേഡിയോളജി, ഡെർമറ്റോളജി പോലത്തെ PG ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ ഹെക്റ്റിക് ഒന്നും അല്ല ലൈഫ്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാകണം. സോ ഓവറോൾ കുറച്ച് കാലം കഷ്ടപ്പെടണം. കുറച്ച് കാലം ഓവർ വർക്കാണ്. ബട്ട് അതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് നീണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് പല സ്റ്റേജുകളിലും നമുക്കൊരു ചോയ്സ് എടുക്കാനുള്ള അവസരം വരും. അത്രയും വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചോയ്സ് എടുത്താൽ മതി. നെക്സ്റ്റ് മെയിൻ ഫാക്ടർ സ്ട്രെസ് ആണ്. ക്ലിനിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഇസ് ഇന്നെവിറ്റബിൾ. നിങ്ങൾക്ക് ചോദിക്കാം എല്ലാ ജോലിയിലും തുടക്കത്തിൽ ഇതുപോലെ സ്ട്രെസ് ഒക്കെ ഇല്ലേ? അത് ശരിയാണ്, ബട്ട് ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്പം എഞ്ചിനീയറിംഗ് സൈഡിലുള്ളൊരു ജോലി നോക്കാം. അവിടെ നിങ്ങൾക്ക് ആ ജോലി ഇഷ്ടമില്ല, ഒരു താല്പര്യം ഇല്ലാതെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ജോലിയിൽ കുറച്ച് ഉഴപ്പുകയാണെങ്കിൽ മാക്സിമം സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി പോവുമായിരിക്കും. അതേസമയം നിങ്ങൾ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ബട്ട് നിങ്ങൾക്ക് ആ പ്രൊഫഷനോട് വലിയൊരു താല്പര്യമില്ല, നിങ്ങൾ കുറച്ച് ഉഴപ്പിയാൽ അവിടെ റിസ്ക് വരുന്നത് വേറൊരാളുടെ ജീവനായിരിക്കും. ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം ആർക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഒരു സ്ട്രെസ് നമ്മുടെ തലയിൽ എപ്പോഴും ഉണ്ടാവും ഒരു ക്ലിനിക്കൽ ഡോക്ടറിനെ സംബന്ധിച്ച്. അത് പിന്നെ പതുക്കെ കൺട്രോളായി മാനേജായി വരുന്നത് നമ്മൾ കൂടുതൽ പഠിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ചാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറും കൂടെ ഉണ്ടാവും. അപ്പം ഈ സ്ട്രെസ് ഒക്കെ അത്ര വലിയൊരു പ്രശ്നമായിട്ട് ചിലപ്പോൾ തോന്നത്തില്ല. സോ സബ്ജക്ട് ഇൻട്രസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു ഡോക്ടറെ സംബന്ധിച്ച് സ്ട്രെസ് എപ്പോഴും തലയിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ സീനിയർ ആകുന്നതിനനുസരിച്ച് അത് മാനേജ് ചെയ്യാൻ നമ്മൾ കൂടുതൽ പഠിക്കും. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു ഡോക്ടർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് വിടുന്ന ഓരോ OP ഷീറ്റിനും ഓരോ കേസ് ഷീറ്റും ഓരോ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനും ഒക്കെ ആ ഡോക്ടർ റെസ്പോൺസിബിൾ ആയിരിക്കും. ഇതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കോർട്ടിൽ ചാലഞ്ച് ചെയ്യപ്പെടും. ഡോക്ടർമാരുടെ ലൈഫിൽ കോടതിയിലേക്കുള്ള ഒരു വിസിറ്റ് എന്ന് പറയുന്നത് വളരെ നോർമലാണ്. പക്ഷെ അത് ഡോക്ടർമാരുടെ ഫോൾട്ട് കൊണ്ടൊന്നും അല്ല. നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് വിട്ട പേഷ്യൻസ് ഒക്കെ അവരേതെങ്കിലുമൊക്കെ കേസിൽ പെടുമ്പം അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കൊടുത്തുവിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ OP ഷീറ്റോ കേസ് ഷീറ്റോ ഇതൊക്കെ ചിലപ്പം കോർട്ടിൽ ചാലഞ്ച് ചെയ്യപ്പെടും. അപ്പം നമുക്ക് സമൻസ് വരും, നമ്മളെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തത്, അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരു ഡോക്ടറിന് ഉറപ്പായിട്ടും വരും, എസ്പെഷ്യലി ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറിന്. സോ അങ്ങനെ ഒരു ചെറിയ സ്ട്രെസ്സും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ഡോക്ടർ OPയിലിരുന്ന് 5 മിനിറ്റ് കൂടുമ്പോൾ ഓരോ പേഷ്യൻസിനെ നോക്കി വിടുന്നതായിരിക്കും കാണുന്നത്. ബട്ട് അങ്ങനെ നോക്കി വിടുമ്പോഴും നമ്മൾ ആ എഴുതി വിടുന്ന OP ഷീറ്റും നമ്മൾ എഴുതി കൊടുക്കുന്ന ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു ലീഗൽ ആയിട്ടുള്ള ലയബിലിറ്റി പിന്നീട് വരാൻ സാധ്യതയുണ്ട്. ആ ചിന്തയൊക്കെ ഡോക്ടറിന്റെ തലയിലുണ്ടാവും. കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ റെസ്പെക്ട് മാത്രമൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്കൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വലിയൊരു സ്ട്രെസ് ആയിട്ട് തോന്നും. പിന്നെ പറഞ്ഞൊരു മെയിൻ നെഗറ്റീവ് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് നിങ്ങൾക്കും ഈ സെയിം അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഓവറോൾ ഇപ്പോൾ ഡോക്ടർമാരുടെ വർക്ക് ലൈഫ് ബാലൻസ് കുറച്ച് മോശമാണ്. പക്ഷേ അതൊരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ചോയ്സുകൾ എടുക്കണം. അതുപോലെ എക്സർസൈസും പ്രോപ്പർ ഡയറ്റ് ഇതുപോലത്തെ കുറേ നല്ല ഹാബിറ്റ്സും കൂടെയൊക്കെ വെച്ച് ജീവിച്ച് പോവുകയാണെങ്കിൽ അത്യാവശ്യം ആ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ മുമ്പ് പറഞ്ഞ സ്ട്രെസ്സിന്റെ മാനേജ്മെന്റും കുറച്ച് എളുപ്പമാവും. സോ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് അത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടണം. അടുത്തത് പറഞ്ഞൊരു മെയിൻ നെഗറ്റീവ് ഡോക്ടർമാരുടെ സേഫ്റ്റിയാണ്. അത് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അത് ഭാവിയിലോട്ട് പതുക്കെ ഇമ്പ്രൂവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡോക്ടേഴ്സിന്റെ മനസ്സിലും ഈ ഒരു ചെറിയ പേടിയുണ്ട്. അത് വെച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവർ. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നടന്ന ആ ഇൻസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കൊരു ഇൻഫർമേഷൻ ഇല്ല, ആ ഡോക്ടറിനെ ഒന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഒരു പ്രമുഖ ന്യൂസ് ചാനലിൽ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഡോക്ടറും പങ്കെടുത്തായിരുന്നു. ആ ഡോക്ടർ അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ മേ ബി ഇവിടെ ഡോക്ടറിന്റെ ഫോൾട്ടും സംഭവിച്ചിട്ടുണ്ടാകാം, ബട്ട് മെഡിക്കൽ കോളേജുകളിൽ കുറേ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, അതും കൂടെ സോൾവ് ചെയ്താലേ ഇതൊക്കെ കറക്റ്റ് ആകുകയുള്ളൂ എന്ന് പറയാൻ
ആ ഡോക്ടർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഈ ആങ്കർ സമ്മതിക്കുന്നില്ല. ഈ ന്യൂസ് ആങ്കർ ആ ചർച്ചേനെ മൊത്തം ഡയറക്റ്റ് ചെയ്തത് ഡോക്ടറിനെ വില്ലനൈസ് ചെയ്യാൻ വേണ്ടിയും ഡോക്ടർമാരെ കുറെ കുറ്റം പറയാൻ വേണ്ടിയും ആ ഒരു ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന പോലെയായിരുന്നു. ഇതുപോലെയാണ് പല മീഡിയ ചാനലുകളുടെയും സ്വഭാവം. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് എന്തോ വലിയ ജാടയുള്ള വലിയൊരു ഹൈ പൊസിഷനിലുള്ള ആരോ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് മൊത്തത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മീഡിയയും അതുപോലെ പഴയ സിനിമകളൊക്കെ. പണ്ടത്തെ മിക്ക സിനിമകളും നോക്കിയാൽ അറിയാം, ഒന്നെങ്കിൽ ഡോക്ടർമാർ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള പോലെയാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർ വില്ലന്മാരാണ്. ഈ രണ്ട് കാറ്റഗറി എക്സ്ട്രീമാണ്. ഇത് രണ്ടും ഉണ്ടായിരിക്കും, ബട്ട് ഒരു 90% ഡോക്ടേഴ്സ് എന്ന് പറയുന്നതും സാധാരണക്കാരാണ്. മൊത്തത്തിൽ ഈ രണ്ട് ലേബലിൽ ഏതെങ്കിലും ഒന്നാണ് ഡോക്ടർമാർക്ക് പൊതുവെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ വേഴ്സസ് ഒരു ഡോക്ടർ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും ഡോക്ടറിനെ വില്ലനൈസ് ചെയ്യാനാണ് മൊത്തത്തിൽ ശ്രമിക്കുക. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലാണ്. അവിടെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്, കുറെ അടിപൊളി ഡോക്ടർമാരും ഹെൽത്ത് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അവിടെയുള്ള പേഷ്യന്റ് ലോഡ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ചാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും നഴ്സസും എല്ലാവരും കൂടെ ചേർന്ന് ആ സിസ്റ്റം എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് ശരിക്ക് ആൾക്കാർക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ചോദിക്കാൻ പോകുന്നത് ഇത്രയും കുറച്ച് വെച്ച് എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ചെയ്യാൻ പറ്റുകയെന്നായിരിക്കും. സോ ആ ഒരു അവയർനെസ് ഒക്കെ ശരിക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ ആയിക്കഴിഞ്ഞാലേ ഡോക്ടർമാർക്ക് കുറച്ചും കൂടെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ളൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ലീഡറാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്ന് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാലും അതിന്റെ ഫസ്റ്റ് ബ്ലെയിം വരാൻ പോകുന്നത് ആ ലീഡർ ആയിട്ടുള്ള ഡോക്ടറിന് തന്നെയാണ്. പേപ്പറിലും ന്യൂസിലും വരാൻ പോകുന്ന തല നമ്മുടെ ആയിരിക്കും. അതിന്റെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തല്ല ഫോൾട്ട് എന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കുമായിരിക്കും. ബട്ട് അതൊന്നും ഒരു ന്യൂസിലും വരാൻ പോകുന്നില്ല. ആ ഒരു ടൈമിനുള്ളിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ ഒക്കെ പോയിട്ടുണ്ടാവും. എൻ്റെ മെഡിക്കൽ കോളേജിലും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാറും ഇതുപോലത്തെ ഒരു കേസിൽ തെറ്റായിട്ട് അക്യൂസ് ചെയ്യപ്പെട്ട് അവസാനം പൊളിറ്റിക്കൽ പ്രഷറും ഈ മീഡിയ പ്രഷറൊക്കെ കാരണം ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ ഡിസ്മിസ് ഒക്കെ ചെയ്ത ഒരു ഫാക്കൽറ്റി ഉണ്ടായിരുന്നു. ബട്ട് അതിന്റെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഈ ഡോക്ടറിന്റെ ഭാഗത്ത് ഫോൾട്ട് ഒന്നും ഇല്ല. അപ്പോഴേക്കും ഇറ്റ് വാസ് ടു ലേറ്റ്. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് അവയർനെസ് ആണ്. അല്ലാതെ മീഡിയക്കാരൊക്കെ നന്നാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് ഒരു ഡോക്ടറിന്റെ ലൈഫ്, ഒരു PG ഡോക്ടറിന്റെ ലൈഫ് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് വൈറസ്. ആ സിനിമയുടെ തുടക്കത്തിൽ ഒരു പാട്ടുണ്ട്. അതിനകത്ത് ശ്രീനാഥ് ബാസി ഒരു PG ഡോക്ടറാണ്, എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറാണ്. അപ്പം അതിൽ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏകദേശം ഒക്കെ ഒരു കാഷ്വാലിറ്റിയിലെ തിരക്കും അതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ ആ പാട്ടിൻ്റെ അത് കാണിക്കുന്നുണ്ട്. ഒരു പേഷ്യന്റിന് CPR ഒക്കെ കൊടുത്ത് സേവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കുറച്ച് നിമിഷത്തേക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ ആ പാട്ടിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത്രയൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടുള്ളൂ. അത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നമ്മൾ തൊട്ടടുത്ത പേഷ്യന്റിന്റെ കാര്യം നോക്കാൻ വേണ്ടി പോകും. സോ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ നിങ്ങൾ ആ സോങ് ഒന്ന് പോയി കാണുകയാണെങ്കിൽ ഹൗസ് റെന്റ്സിനും PGസിന്റെ ഒക്കെ ലൈഫിന്റെ ചെറിയൊരു ഐഡിയ കിട്ടും. സോ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഡോണ്ട് ടേക്ക് MBBS ഫോർ ദ റോങ് റീസൺസ്. ഈ രണ്ട് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർക്കൊക്കെ ഇത് ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. ബട്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ശരിക്കും എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞായിരുന്നു, 23 ലക്ഷത്തിൽ കൂടുതൽ പിള്ളേർ എക്സാം രജിസ്റ്റർ ചെയ്തെന്ന് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടി. കാരണം അത്രയും പേർക്ക് എന്തായാലും ഈ പ്രൊഫഷനെ കുറിച്ച് ഫുള്ളായിട്ട് അറിയുകയാണെങ്കിൽ അത്രയും പേര് എഴുതത്തില്ല ഈ എക്സാം. ബട്ട് ഇതിനകത്തൊരു 5 ലക്ഷം പേരൊക്കെ കാണുമായിരിക്കും ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ള, നല്ല ഡോക്ടറാകാൻ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർ. ആ കൂട്ടത്തിൽ പെടുന്ന ആരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഡിസ്കറേജ്ഡ് ആയിട്ട് പോകരുത്. കുറച്ച് ഹാർഷ് റിയാലിറ്റി ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 4 പോസിറ്റീവ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞായിരുന്നു. ഈ പോസിറ്റീവ്സ് ഒക്കെ ഇപ്പോൾ കൊണ്ടുപോയി ഒരു ഹൗസ് സർജനെയോ അല്ലെങ്കിൽ ഒരു PG ഡോക്ടറെ കാണിച്ചാൽ അവർ കിടന്ന് ചിരിക്കും. കാരണം അതൊന്നും ഫുള്ളായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിലോട്ട് അവരെത്തിയിട്ടില്ല. ആ സമയത്ത് സ്ട്രഗിൾ ആണ്. പക്ഷെ നിങ്ങളിൽ കുറേ പേര് നല്ല ഡോക്ടേഴ്സ് ആകാൻ പ്രാപ്തരായവർ തന്നെയാണ്. നിങ്ങളാരും ഈ 2 വീഡിയോയും കണ്ടിട്ട് ഡിസ്കറേജ് ആയി പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. അതുകൊണ്ട് ഈ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കണം. അതിനെക്കുറിച്ച് വേറെ ഒപ്പീനിയൻസ് എടുക്കുക. അവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട് വലിയ കാര്യമില്ല. അക്കാഡമിക് പ്രഷറിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഹൗസ് റെന്റ്സിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും ചിലപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടത്തില്ല. കാരണം ഒരു 10, 30, 40 വർഷം മുമ്പൊക്കെ MBBS മാത്രം മതിയായിരുന്നു. ഒരു ഗ്യാരണ്ടീഡ് ജോലിയായിരുന്നു. ഒരുപാട് എക്സ്ട്രാ ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും അന്നില്ലായിരുന്നു. അത്ര സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് പിക്ചർ കിട്ടത്തില്ല. ഹൗസ് റെന്റ്സിങ് കംപ്ലീറ്റ് ആയി ഒരു 40 ഇയേഴ്സിൽ താഴെയുള്ള ഡോക്ടേഴ്സിനോടൊക്കെ നിങ്ങളും ഒന്ന് ചോദിച്ച് അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ. അതും കൂടെയൊക്കെ കേട്ടിട്ട് ഡിസിഷൻ എടുത്താൽ മതി. എൻ്റെ ഈ വീഡിയോസ് മാത്രം വെച്ച് ആരും ഡിസിഷൻ എടുക്കേണ്ട. അടുത്ത് നിങ്ങൾക്ക് അറിയാനുള്ളത് ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥയെ കുറിച്ചായിരിക്കും. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എനിക്കറിയില്ല. ഒരു ചെറിയ പിക്ചർ തരാം. ഇൻ ജനറൽ ഔട്ട്സൈഡ് ഇന്ത്യ ഡോക്ടർമാരുടെ പേയ്മെന്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ ഇന്റേൺഷിപ്പ് പോലത്തെ ഒരു പീരീഡ് ഒക്കെ അവിടെയും കാണുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിലെ അത്രയും തന്നെ ഓവർ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അങ്കിൾ യൂറോപ്പിലാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ അങ്കിളിനൊക്കെ OPയിൽ മാക്സിമം 40 പേഷ്യൻസിനെ നോക്കാൻ പാടുള്ളൂ.
അതിൽ കൂടുതൽ നോക്കിയാൽ പ്രശ്നമാണ്, കേസൊക്കെ വരും. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഹൗസ് സർജൻസിയുടെ സമയത്ത് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോസ്റ്റിംഗ് വരും. അപ്പം അവിടെ ഒരു ദിവസം 24 hours ഒ പിയിൽ മാത്രമായിട്ട് 300+ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം. അത് ഭയങ്കര കൂടിയൊരു സംഖ്യയൊന്നും അല്ല നമ്മുടെ നാട്ടിൽ. ആ ഒരു പോസ്റ്റിംഗിൽ എല്ലാവർക്കും ഇതുപോലത്തെ വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. ആൻഡ് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ട്രെസ് കുറഞ്ഞ ഒരു പോസ്റ്റിംഗിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ പോസ്റ്റിംഗ് ഒക്കെ കോമഡി ആയിരുന്നു. നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ കുറയും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി കിടക്കാമെന്ന് വിചാരിക്കുമ്പം ആ സമയത്തും വരും. ഈ സെക്കൻഡ് ഷോ സിനിമയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ചെറിയ ജലദോഷം വരുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോ പേഷ്യൻസ് വരും. അതുപോലെ രാവിലെ 4 മണിക്കും 5 മണിക്കൊക്കെ രാവിലെ നടക്കാൻ വേണ്ടി പോകുന്നവരൊക്കെ ചുമ്മാ ആ വഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എന്തായാലും ഇവിടെ ഡോക്ടറില്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതൊന്ന് പറഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിലൊക്കെ കയറി നമ്മുടെ ഉറക്കത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യും. മൊത്തത്തിൽ ഡോക്ടറിന്റെ സൈഡിൽ നിന്നൊന്നും നമ്മുടെ ഈ ജനറൽ പബ്ലിക് ഒന്നും യൂഷ്വലി ആലോചിക്കില്ല. അതിപ്പോൾ ഏത് ജോലിയുടെ കാര്യം നോക്കിയാലും ഇതുപോലെയാണ്. സോ അതൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഔട്ട്സൈഡ് ഇന്ത്യ എക്സ്ട്രീം വർക്കിംഗ് അവേഴ്സ് ഒക്കെ കുറവായിരിക്കും. അതുപോലെ കമ്പാരിറ്റീവ്ലി ബെറ്റർ സാലറിയാണ്. അവിടെയുള്ള കാര്യം ആ രാജ്യങ്ങളിലെ ജീവിത ചെലവും കൂടുതലായിരിക്കും. നമ്മൾ അവിടെയും ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് ഭയങ്കര സാലറി ആയിട്ട് തോന്നത്തില്ല. അവിടെ കുറച്ച് പിശുക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സമ്പാദ്യമായിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓരോ രാജ്യത്തും അവിടുത്തെ സിസ്റ്റത്തിന്റെ ഓരോ പോരായ്മകളൊക്കെ കാണും. ഇപ്പൊ UK പോകുന്നതാണല്ലോ ട്രെൻഡ്. കേരളത്തിന്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഒരു രാജ്യമാണത്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണ്. കേരളത്തിന്റെ പോപ്പുലേഷന്റെ ഏകദേശം ഡബിളേ ഉള്ളൂ അവിടെ മൊത്തം ആൾക്കാർ. ഇവിടെ കേരളത്തിൽ നമ്മുടെ നാട്ടിലെ മാത്രം ഡോക്ടേഴ്സ് കൊണ്ട് സാച്ചുറേറ്റഡ് ആയി. ഇപ്പൊ UK പോലുള്ള രാജ്യം സാച്ചുറേറ്റഡ് ആകാൻ അധികം സമയമൊന്നും വേണ്ട. UK 1 in 3 ഡോക്ടേഴ്സ് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് അവിടെ കിട്ടുന്ന സാലറിയിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സോ ഇതുപോലെ ഓരോ രാജ്യങ്ങളിലും അതായത് പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ഓരോ ഓപ്പർച്യൂണിറ്റി കാണുമായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് അവിടെയൊക്കെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയാൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ MBBS എടുക്കാൻ പോകാവുള്ളൂ. നിങ്ങൾ പഠിച്ചിറങ്ങി വേറൊരു രാജ്യത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു 6-7 വർഷം കൂടെ കഴിയും. ആ സമയത്തെ കാര്യം നമുക്ക് പക്ക പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് MBBS അല്ലാത്ത മറ്റ് മെഡിക്കൽ കോഴ്സുകളുടെ സാധ്യതകളെ കുറിച്ചായിരിക്കും. ഇതിനെക്കുറിച്ച് ഭയങ്കര ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ തരാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ആയതുകൊണ്ട് ഞാൻ കണ്ടത് വെച്ച് മനസ്സിലാക്കിയ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ ഓർക്കണം. ആദ്യം BDSന്റെ കാര്യം നോക്കാം. MBBS കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കുന്ന BDS ആണല്ലോ. ഇപ്പൊ കേരളത്തിൽ BDS പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല. ജോലി കിട്ടിയാൽ തന്നെ സാലറി വളരെ കുറവാണ്. PG എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. PG എടുത്ത ഡോക്ടേഴ്സും പല ക്ലിനിക്കുകളിലായിട്ട് മാറി മാറി വർക്ക് ചെയ്തൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത്. സോ BDS എടുത്ത് ഒന്ന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ റിലേറ്റീവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരന്റിനൊക്കെ ഓൾറെഡി ഒരു ഡെന്റൽ ക്ലിനിക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ പുതിയ എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് ഒക്കെ വരുന്ന ആ ഒരു മേഖലയിൽ കോമൺ ആയിട്ടില്ലാത്ത ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ കുറച്ചു കാലം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അത്യാവശ്യമൊക്കെ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ റെപ്യൂട്ടേഷൻ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് നല്ല ഡിഫിക്കൽട്ടാണ്. MBBSകാരന്റെ സ്ട്രഗിൾ ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു ഇരട്ടി സ്ട്രഗിൾ കാണും ഒരു BDSകാരന്. ഇനി നമുക്ക് BAMSന്റെ കാര്യം നോക്കാം. ഏകദേശം BDSകാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. BAMSും കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ ഉടനെ വലിയ സാലറി ഉള്ള ജോലിയൊന്നും ഇപ്പൊ കിട്ടത്തില്ല. നമ്മൾ ഗവൺമെന്റ് സൈഡിലോട്ട് ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. അല്ലെങ്കിൽ ഓൾറെഡി നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കയറാൻ പറ്റണം. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാതെ പോകായിരിക്കും. പക്ഷെ ഓവറോൾ സ്കോപ്പും സാലറിയും ഒക്കെ കുറവാണ്. അതുപോലെ തന്നെ ഈ ആയുഷ് കോഴ്സുകൾക്കൊക്കെ ഇന്ത്യക്ക് പുറത്ത് വളരെ കുറച്ച് രാജ്യങ്ങളിലെ റെക്കഗ്നിഷൻ ഉള്ളൂ. സോ നിങ്ങൾക്ക് പുറത്തോട്ട് പോയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയുർവേദമൊക്കെ നോക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. സോ ഇവിടെ ഒന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. BHMSന്റെ കാര്യം ഇതിലും കുറച്ചുകൂടെ കഷ്ടമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എഗെയിൻ അവിടെ ആ പേഷ്യന്റ് പൂൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറവാണ്. ഇനി ഭാവിയിലോട്ട് പോകുമ്പോഴും ഇത് ഫോളോ ചെയ്യുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുകയോ കുറയോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ ആയുർവേദം ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലൊക്കെ ഇതിന്റെ ബേസിക് സയൻസ് എന്താണെന്നും ആ സബ്ജക്ട് എന്താണെന്നും കുറച്ചൊന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിലോട്ട് പോകാവുള്ളൂ. അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഡോക്ടർ എന്നുള്ള ടാഗ് കിട്ടാൻ വേണ്ടി ഒന്നും പോയി ഇതെടുക്കരുത്. ഇപ്പൊ BDS ആണെങ്കിലും BAMS ആണെങ്കിലും BHMS ആണെങ്കിലും ഒക്കെ ഇപ്പൊ കിട്ടുന്ന ഇനിഷ്യൽ സാലറി കേട്ടാൽ അതൊരു ഡോക്ടറിന്റെ പോസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. എന്ന് പറഞ്ഞ് ഇതൊക്കെ മോശം ജോലികളാണെന്നല്ല. ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കില്ലും നിങ്ങളുടെ ഹാർഡ് വർക്കും പിന്നെ കുറച്ചൊക്കെ നിങ്ങളുടെ ലക്കും അനുസരിച്ചിരിക്കും നിങ്ങൾ ഏത് ലെവലിൽ എത്തുന്നുള്ളത്. മറ്റ് ആയുഷ് കോഴ്സുകളെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതും ഈ സിമിലർ സിറ്റുവേഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. വെറ്റിനറിയുടെ കാര്യം കുറേയൊക്കെ സിമിലർ ആണ്. നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ പ്രത്യേകിച്ച് വലിയൊരു ജോലിയുടെ സാധ്യതയൊക്കെ കുറവാണ്, സാലറി കുറവാണ്. ബട്ട് PSC എഴുതി ഗവൺമെന്റ് സെക്ടറിലോട്ട് കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ സ്റ്റേബിൾ ആയിട്ടൊക്കെ പോകാൻ പറ്റും. അവിടെ പിന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് സ്വന്തമായിട്ടൊരു ഓൺട്രപ്രനോർ എന്ന രീതിയിലൊക്കെ സ്വന്തമായിട്ടൊരു സ്പെഷ്യൽ ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്കോപ്പ് ഉണ്ടാവും. ബട്ട് അത് ഓൾറെഡി ഇപ്പം നമ്മുടെ നാട്ടിൽ പലയിടത്തായിട്ടൊക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ ഒരു സാച്ചുറേഷൻ ആകുമോ എന്ന് അറിയത്തില്ല. ഔട്ട്സൈഡ് ഇന്ത്യ വെറ്റിനറി ഡോക്ടറിന് കുറച്ചും കൂടെയൊക്കെ സ്കോപ്പ് ഉണ്ടാകും. ബട്ട്
അവിടെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ എഴുതി ക്ലിയർ ആയി എന്നിട്ടേ അവിടെ പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഒരു ഇനിഷ്യൽ ചെലവും കാണും, അതുപോലെ ആ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ടാസ്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ അന്വേഷിക്കുക, എന്നിട്ട് തീരുമാനിക്കുക. അടുത്തത് കുറേ പേര് ചോദിച്ചത് BSc നഴ്സിംഗിൻ്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ മറ്റ് മെഡിക്കൽ കോഴ്സുകളെക്കാട്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇപ്പോഴും BSc നഴ്സിംഗിനാണ്. പക്ഷേ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഇനിഷ്യൽ സാലറി എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. നഴ്സിംഗ് ജോലി അത്യാവശ്യം ഹെക്റ്റിക്കൊക്കെ ആകും, പക്ഷെ അവിടെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഷിഫ്റ്റുകളുണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ ഹൗസ് റെൻസിയിൽ ഒരു 24 hour ഡ്യൂട്ടി എടുക്കുന്ന സമയം കൊണ്ട് നഴ്സുമാർ ഒരു 3 ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ കൃത്യമായിട്ട് ഷിഫ്റ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഷിഫ്റ്റ് സിസ്റ്റം ഉള്ളത് അത്രയധികം നഴ്സുമാരുള്ളത് കൊണ്ടും അവരുടെ സാലറി വളരെ കുറവായതുകൊണ്ടുമാണ്. അവിടെ PSc എഴുതി ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ പതുക്കെ ഗ്രാജുവലി ഒന്ന് സെറ്റിൽ ആകും, വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. പിന്നെ നഴ്സിങ്ങിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എയിംസ്, ജിപ്മർ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന നഴ്സുമാർക്ക് അതിനനുസരിച്ച് കൂടുതൽ സ്കില്ലൊക്കെ കാണുമായിരിക്കും. ആ സ്കിൽ ഫാക്ടർ ഈ പ്രൊഫഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എബ്രോഡുള്ള ജോലി സാധ്യത നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉള്ളത് നഴ്സിംഗുകാർക്കായിരിക്കും. ഈവൻ MBBS BDS ഡോക്ടേഴ്സിനാണെങ്കിലും പുറത്തോട്ട് പോകണമെങ്കിൽ കുറേ ബാരിയറുകളുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് അവിടെയും പോയി അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ബാരിയർ നഴ്സസിന് പൊതുവേ കുറവാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പോകാൻ. പക്ഷെ ഇത് മാത്രം കേട്ടിട്ട് നിങ്ങൾ ആരും നഴ്സിംഗ് സെലക്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 4-5 വർഷം കഴിയുമ്പം ഏത് രാജ്യത്താണ് സ്കോപ്പ് ഉണ്ടാകുക നമുക്കിപ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ പോകുന്ന എല്ലാവരും നേരെ ഹോസ്പിറ്റലിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത്. കുറേ നഴ്സുമാരൊക്കെ അവിടെ ചെന്നിട്ട് ഹോം നേഴ്സായിട്ടോ അല്ലെങ്കിൽ കെയർ ടേക്കർ എന്നുള്ള രീതിയിലുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ നിങ്ങൾ റീസെൻ്റ്ലി പുറത്തോട്ട് പോയ നഴ്സുമാരെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണം. മൊത്തത്തിൽ നോക്കുമ്പം ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതിനർത്ഥം അവിടുത്തെ യങ്ങർ ജനറേഷൻ, അവിടുത്തെ യൂത്തിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നഴ്സിംഗ് പോലത്തെ ജോലിക്കൊക്കെ പുറത്ത് സാധ്യതകൾ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമായിരിക്കും. അതെൻ്റെ ഒരു ഗസ് മാത്രമാണ്, അങ്ങനെ ആവുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പിന്നെ കുറച്ച് പേര് ചോദിച്ചത് BPTയുടെ കാര്യമാണ്. ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളും അത്യാവശ്യം എസെൻഷ്യൽ ആണ് ഇന്നത്തെ കാലത്ത്. അത് ആവശ്യമുണ്ടെന്ന് ആൾക്കാർക്കൊക്കെ കൂടുതൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ BPT കംപ്ലീറ്റ് ചെയ്തിറങ്ങിയാലും ഇപ്പം ജോലിയൊന്നും കിട്ടാനില്ല. അതും വളരെ പെട്ടെന്ന് തന്നെ സാച്ചുറേറ്റഡ് ആയി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, നിങ്ങൾക്കൊരു കോഴ്സിന് എളുപ്പത്തിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് വളരെ പെട്ടെന്ന് തന്നെ സാച്ചുറേഷൻ ആകുമെന്ന്. BPT പോലത്തെ കോഴ്സുകളിലോട്ട് അഡ്മിഷൻ കിട്ടാൻ വലിയൊരു ബാരിയർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അത് പഠിച്ചിറങ്ങിയവർ ഇപ്പോൾ ഉണ്ട്. അത് ജോലി കിട്ടാതെ നടക്കുന്ന കുറേ പേരുണ്ട്. സോ BPT ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ. മറ്റ് രാജ്യങ്ങളിലെ അവസ്ഥ നിങ്ങൾ അന്വേഷിച്ച് നോക്കണം, എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകളെ കുറിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സാച്ചുറേഷൻ നോക്കിയൊന്നും ഈ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് ഇന്നൊരു ഡിഗ്രി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചെങ്കിലും ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് MBBSനാണ്. അതും ഇനി വരും വർഷങ്ങളിൽ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ബേസ് ഡിഗ്രി മാത്രമാണ്, അതൊരു ഫൗണ്ടേഷൻ മാത്രമാണ്. നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഫൗണ്ടേഷൻ അല്ല. നമ്മൾ കോളേജ് ടൈമിലും അത് കഴിഞ്ഞുള്ള ഫെർദർ സ്റ്റഡീസിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ലുകളാണ് നമ്മുടെ സക്സസ് തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് MBBSനെ കുറിച്ച് ഇപ്പം ഏകദേശമൊക്കെ ഒരു പിക്ചർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സീരിയസ് ആയിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡും ഈ MBBS എന്നുള്ളത് തന്നെയാണ് പാഷൻ. ഈ നെഗറ്റീവ്സും കാര്യങ്ങളെല്ലാം കേട്ടിട്ടും ഇപ്പോഴും ആ ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ദെൻ NEET 2025 വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കൂടുതലൊന്നും അവിടെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് MBBS വേണ്ടാന്ന് തന്നെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ MBBSനെ വിട്ടേക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ മെഡിക്കൽ ഫീൽഡിലെ ജോലി തന്നെയാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള. NITയിലും IITയിലൊക്കെ പഠിക്കാൻ പൊട്ടൻഷ്യലുള്ള കുറേ തലകൾ മെഡിക്കൽ സൈഡിലോട്ട് വരുന്നുണ്ട്. അവരൊക്കെ ആക്ച്വലി അവരുടെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങളും നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണെന്നുള്ള കാര്യം നോക്കണം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സൈഡാണ് താല്പര്യം, അതായത് ടെക്നോളജി, മെഷീൻസും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ ഫീൽഡിലുള്ള കോഴ്സുകൾ തന്നെ സെലക്ട് ചെയ്യണം. അല്ലാതെ BTech കഴിഞ്ഞിറങ്ങിയാൽ ജോലിയൊന്നും ഇല്ലാന്ന് ആലോചിച്ച് ആ സാച്ചുറേഷൻ നോക്കിയിട്ടല്ല നമ്മൾ ജോലി സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിൽ പഠിക്കാൻ പോയാലേ നമ്മളത് ശരിക്കും പഠിക്കത്തുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോഴേ നമ്മൾ കുറേ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ആവുള്ളൂ. അങ്ങനെ നമ്മൾ അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ ആകും. ടെക്നോളജി സൈഡിൽ നോക്കുക എന്തോരം പുതിയ അഡ്വാൻസ്മെന്റ്സാണ് വരുന്നത്. അപ്പം അവിടെ ജോലി സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ കോളേജ് ടൈമിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട്. കൂടുതൽ പേരും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അങ്ങ് ആ എക്സാമും പാസ്സായി അങ്ങ് ഇറങ്ങുമ്പോഴേക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കോളേജ് ടൈമിൽ പോകുന്നത്. അങ്ങനെ പോയാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി കൊണ്ടും ഒന്നും നടക്കത്തില്ല, ഈവൻ MBBS ആണെങ്കിൽ പോലും. അതുകൊണ്ട് നിങ്ങൾ സാച്ചുറേഷൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ മാത്സ് ഡിഫിക്കൽട്ട് ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടൊന്നുമല്ല കരിയർ സെലക്ട് ചെയ്യേണ്ടത്. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് +2ന് മാത്സിന് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഞാൻ മാത്സിലായിരുന്നു ഏറ്റവും വീക്ക്.
എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ ഫൈനൽ +2 ബോർഡ് എക്സാമിന് എനിക്ക് ഇംഗ്ലീഷിന് മാത്രമാണ് 90 താഴെ മാർക്ക് പോയത്. രണ്ടാമതൊരാൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മാർക്കിന്റെ ഒക്കെ ബേസിസിലായിരിക്കും. ഇപ്പം എൻ്റെ +2 റിസൾട്ട് നോക്കിയാൽ തോന്നും ഞാൻ ഇംഗ്ലീഷിൽ വീക്കാണ്, ബാക്കി സബ്ജക്ട്സൊക്കെ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ റിയാലിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. സോ നിങ്ങളും നിങ്ങളുടെ +2 മാർക്കൊന്നും വെച്ച് നോക്കാതെ നിങ്ങൾക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്തിലോട്ടാണെന്നുള്ളത് നോക്കണം. അതിനെ ബേസ് ചെയ്തൊരു ഡിഗ്രി സെലക്ട് ചെയ്യുക. ആ ചോയ്സ് ചിലപ്പം പെർഫെക്റ്റ് ആകണം എന്നൊരു നിർബന്ധവും ഇല്ല. അത് പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫഹദ് ഫാസിലിന്റെ ഒരു റീസെന്റ് ഇന്റർവ്യൂവിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, എങ്ങനെയാണ് കറക്റ്റ് ഡിസിഷൻസ് എടുക്കുന്നത്, അങ്ങനെ എന്തോ ആയിരുന്നു ചോദ്യം. അപ്പൊ അതിന് റിപ്ലൈ പറഞ്ഞ എങ്ങനെയാണ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ശരിയായാലും തെറ്റായാലും കുഴപ്പമില്ല, നമ്മൾ ഒരുപാട് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് സമയം കളഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ ഒരു ഡിഗ്രി സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഡിഗ്രിക്ക് ചേർന്ന് ആ കോളേജ് ടൈമിലാണ് നമ്മൾ പല ഇമ്പോർട്ടൻറ്റ് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ലാത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് എത്തും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് താല്പര്യം, ബട്ട് MBBS ശരിയാകില്ല എന്നാണ് തോന്നുന്നത്, എന്നാൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ ടെക്നോളജി. ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഏത് ഡയറക്ഷനിലാണെന്നുള്ള കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ഇപ്പം റേഡിയോളജിയുടെ കാര്യം നോക്കിയാൽ ഇന്ന് PG എക്സാമിന് ഏറ്റവും ടോപ്പ് റാങ്ക് കിട്ടുന്നവർ സെലക്ട് ചെയ്യുന്നതാണ് റേഡിയോളജി. ബട്ട് ഒരു 25 വർഷം മുമ്പ് നോക്കിയായിരുന്നെങ്കിൽ റേഡിയോളജി ഒന്നും ആർക്കും വേണ്ടായിരുന്നു. കാരണം ആ സമയത്ത് റേഡിയോളജി പഠിച്ചിറങ്ങിയാലും അതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ആ ടെക്നോളജി ഒന്നും ആയിട്ടില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷേ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് റേഡിയോളജിസ്റ്റിന്റെ ഡിമാൻഡും കൂടി. ഇതുപോലത്തെ അഡ്വാൻസ്മെന്റുകളും ചേഞ്ചുകളൊക്കെ മറ്റ് ബ്രാഞ്ചുകളിലൊക്കെ സംഭവിക്കും. ആൻഡ് ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ടെക്നോളജി. സോ ഒരു 10 വർഷം കഴിയുമ്പം ഏത് ബ്രാഞ്ചിനായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം. അങ്ങനെ നോക്കി നിങ്ങൾക്ക് കുറച്ച് ഡിഗ്രികൾ കിട്ടും. ഇപ്പോൾ റേഡിയോളജിസ്റ്റിന് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ല, റേഡിയോളജിയിലെ ടെക്നീഷ്യൻ വേണം. ഒരു കാർഡിയോ വാസ്കുലർ സർജറി നടത്തണമെങ്കിൽ ആ കാർഡിയോളജിസ്റ്റും നഴ്സസും മാത്രം പോരാ, അവിടെയും ആ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് വേണം. ഇതുപോലെ മെഡിസിൻ്റെ ഓരോ ബ്രാഞ്ചിലും പുതിയ പുതിയ അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഡോക്ടേഴ്സിൻ്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഉണ്ടാവും. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ടെക്നീഷ്യൻസിൻ്റെ ആവശ്യം വരും. അത് ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ കുറേ ടെക്നോളജിയൊക്കെ ഫോളോ ചെയ്ത് അതാത് ഫീൽഡിലുള്ള എക്സ്പേർട്സിനോടൊക്കെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബൊക്കെ കിട്ടുമായിരിക്കും. ആ ഡിഗ്രിക്കൊക്കെ ഇപ്പം സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതായിരിക്കും, ബട്ട് ഫ്യൂച്ചറിൽ അതിനൊക്കെ സ്കോപ്പ് ഉണ്ടാവും. സോ ആ രീതിയിലൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അവിടെയും സ്പെസിഫിക് ആയിട്ട് ഒരു ഡിഗ്രീനെ കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ആ ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അതേപോലെ നമ്മൾ ആ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് MBBSനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ബാക്കിയുള്ളതിനെ കുറിച്ച് ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ല എന്നറിയാം. പക്ഷേ സാച്ചുറേഷൻ നോക്കി നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഡിഗ്രി സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കുറേ പേരൊക്കെ ഓൾറെഡി കോച്ചിങ് സെന്ററിൽ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷനിൽ റിഗ്രറ്റ് തോന്നുന്നുണ്ടാവും. സ്ട്രോങ് റിഗ്രറ്റ് ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങ് പോകുന്നു. നിങ്ങൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. സോ റീഫണ്ടൊക്കെ കിട്ടും, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സൈഡൊക്കെയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ വെറുതെ MBBS സൈഡിലോട്ട് പോയിട്ട് റിഗ്രറ്റ് അടിക്കേണ്ട. ഒരു NITയിലോ IITയിലോ ഒക്കെ പഠിച്ചിറങ്ങിയാൽ ഒരു MBBSകാരനെക്കാട്ടും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കുറേ പേർക്ക് ഇതൊക്കെ കേട്ടിട്ടും MBBS തന്നെ മതി എന്നായിരിക്കും. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇനി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാറ്റഗറിയോടെ കാണും, MBBSും ഈ ഫീൽഡും താല്പര്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നെഗറ്റീവ്സ് കേട്ടിട്ട് ഒരു പേടി തോന്നുന്നവരുണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ നീറ്റിന് നല്ല രീതിയിൽ ട്രൈ ചെയ്തോ. കാരണം MBBSന് കയറി MBBS പാസ്സാകുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റും. അതിന് കുറച്ചൊന്ന് അത്യാവശ്യം റെഗുലർ ആയിട്ടൊന്ന് വർക്ക് ചെയ്ത് പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് ആ ഫീൽഡിന്റെ പ്രഷർ ഒന്നും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്നും നമുക്ക് വേറെ ബ്രാഞ്ചുകളിലോട്ടൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പോഴത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ഒരു വലിയ സെക്ടർ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാനൊക്കെ അറിയാമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ബിസിനസ് സൈഡ് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഇപ്പം സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ്. അതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭാവിയിലും ഉണ്ടാകും. സോ നെഗറ്റീവ്സ് കേട്ട് പേടിച്ച് നിങ്ങൾ MBBS ഒഴിവാക്കേണ്ട. ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സബ്ജക്റ്റിനുള്ള ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കുറച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും പിന്നെ മനുഷ്യന്മാരെ സഹായിക്കാനുള്ള ഒരു ജെനുവിൻ ആയിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ MBBS സെലക്ട് ചെയ്തോളൂ. നീറ്റിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ തുടങ്ങിക്കോ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട. പിന്നെ ഈ 2 വീഡിയോ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ട. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാന്നുള്ള ലക്ഷ്യമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ മറ്റ് ഡോക്ടേഴ്സിനും അതുപോലെ ഓരോ ബ്രാഞ്ചിലുള്ള ഇപ്പം ജോലി ചെയ്യുന്നവരോട് ചോദിച്ച് കൺഫേം ചെയ്യാം. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ അവരോടും കൂടെ ചോദിച്ച് കൺഫേം ചെയ്യാം. അങ്ങനെ ചോദിക്കുമ്പം സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടും കാര്യമില്ല, അതുപോലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരോട് ചോദിച്ചിട്ടും കാര്യമില്ല. ഈ 2 വീഡിയോയും കേൾക്കാൻ വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു എന്നറിയാം. അതുപോലെ ഇതുണ്ടാക്കാനും എനിക്കും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. സോ അടുത്തത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.